ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും അയാളുടെ മനസ്സിൽ ഈ ത്രെറ്റ് ഉണ്ട്. പുള്ളിക്കാരൻ സമ്മതിക്കില്ല. എല്ലാവർക്കും ഉണ്ട്. എൻ്റെ പടം തുടർച്ചയായിട്ട് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ എനിക്ക് സിനിമ ഇല്ലാതാവുമോ? ഞാനിങ്ങനെ ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വലിയൊരു നടനെ പറ്റി ഒരിക്കൽ ഒരാൾ വന്നതിനോട് പറഞ്ഞിട്ടുണ്ട്, അയാളുടെ 3-4 പടം തുടർച്ചയായിട്ട് ഫ്ലോപ്പ് ആയതുകൊണ്ട് അയാൾ ഭയങ്കരമായിട്ട് കരഞ്ഞിരുന്നു, ഞാൻ ഇല്ലാതായി പോകുമെന്ന്. ആ മനുഷ്യൻ്റെ ഡേറ്റിന് വേണ്ടി അപ്പോഴും സംവിധായകർ നടക്കുന്ന സമയത്താണ് അദ്ദേഹം ഇത് ചെയ്തത്. അതുകൊണ്ട് എത്ര വലിയ നടനാണെങ്കിലും നടിയാണെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുന്ന എൻ്റെ അഭിപ്രായം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ അഭിപ്രായം എനിക്കറിയില്ല. ഇനി നിഷേധിക്കുന്നവർ ഉണ്ടാകാം. ബട്ട് വാട്ട് ഐ ഫീൽ ഈസ് എല്ലാവർക്കും ആ പേടിയുണ്ട്. ഒരു മനുഷ്യന് പോലും ഇല്ല ആ പേടിയില്ലാത്തത്. വൺസ് യു ഹാവ് അച്ചീവ്ഡ് സംതിങ് ആൻഡ് സിനിമയിലേക്ക് ആൾക്കാർ വരുന്നത് എന്തുകൊണ്ടാണ്? പലരും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരും. ആഗ്രഹം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ഫെയിം ആൻഡ് മണി പിന്നെയും കിട്ടും. ഫെയിം എന്ന് പറയുന്ന സാധനം എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ്. ഫെയിം അത് സൂക്ഷിച്ചതിന് ശേഷം, അതിൻ്റെ ഒരു സുഖം കിട്ടിയതിന് ശേഷം അത് കുറച്ച് നഷ്ടപ്പെടുമ്പോൾ ഭയങ്കര വിഷമാവും. പിന്നെ ആ ഫെയിമിലേക്ക് ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും? എനിക്ക് പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആ ഫെയിമിൽ നിൽക്കണം. ആൾക്കാർ എന്നെ കാണുമ്പോൾ തിരിച്ചറിയണം, ആൾക്കാർ എൻ്റെ അടുത്തോട്ട് ഓടി വരണം എന്ന് രുചിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ്. അത് പോയി കഴിഞ്ഞാൽ, അതൊന്ന് ചെറുതായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവരുടെ മനസ്സിലെ ഇൻസെക്യൂരിറ്റി സ്റ്റാർട്ട് ചെയ്യും. ഐ ഹാവ് ടു ഗെറ്റ് ബാക്ക് എന്നുള്ള ചിന്ത. അത് മോശമാണെന്നല്ല പറയുന്നത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്.